ഞാൻ എപ്പോഴും ക്യൂരിയസ് ആയ സംഭവമാണ് 80-20 പ്രിൻസിപ്പിൾ എന്ന് പറയും. പാരറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറയും. അതായത് ലോകത്തെ ഏതൊരു സംഭവം എടുത്ത് നോക്കിയാൽ ഒരു 80% ഡിഫറൻ്റ് ആയിരിക്കും, 20% ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പം മലയാള സിനിമകളിൽ ഏറ്റവും ഫേമസ് ആയ 5 പേരുടെ പേര് എന്ന് പറയാം. എന്നാൽ അത്ര ആൾക്കാരാണോ ഉള്ളത് മലയാള സിനിമകളിൽ? എത്രയോ ആൾക്കാരല്ല സിനിമ നടന്ന സിനിമ, അതിൽ 5 ആൾക്കാരാണ് ഫേമസ് ആണ്. ഏറ്റവും ഫേമസ് 5 ആൾക്കാരുണ്ട്. ഇതാണ് ഒരു 80-20 പ്രിൻസിപ്പിളിൻ്റെ ഏറ്റവും ബേസിക് സാധനം. ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞു കേട്ടോ. പണക്കാർ നോക്കിയാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ളത് 100 ബില്യൻ്റെ മേലുള്ളത് ഒരു 5 ആൾക്കാരൊക്കെ ആയിരിക്കും, അല്ലെ 10 ആൾക്കാർ, അല്ലേ? ഇത്രയും ജനങ്ങളുള്ള ആൾക്കാർ, 8 ബില്യൺ പോപ്പുലേഷനിൽ ഇത്രയും ശതമാനം ആൾക്കാർക്ക് മാത്രമേ ഈ സംഭവമുള്ളൂ. അതായത് മില്യനേഴ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് 1% കാര്യമായിട്ട് ഞാൻ പറഞ്ഞത് 80-20 പ്രിൻസിപ്പിളിൽ ഈ 20% നമ്മൾ ശരിക്കും കുറച്ചുകൂടെ ഒന്ന് അടർത്തിയെടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് 16%. പിന്നെ കിട്ടുന്ന ഒരു 4%, 3%, അതിലൊരു 1% ഓഫ് 1% ആണ് ഈ പറഞ്ഞ 100 ബില്യൺ ആൾക്കാർ കേട്ടോ. $100 ബില്യൺ വെൽത്തി ആൾക്കാർ. ഓൾ ടുഗെദർ പറയുകയാണെങ്കിൽ 80% പോപ്പുലേഷൻ ആവറേജ് പോപ്പുലേഷനാണ്. 20% പറയുകയാണെങ്കിൽ ഒരു റിച്ച് പോപ്പുലേഷനാണ്. ഈ 20% ഉള്ളൊരു 16% പറയുന്നത് ഒരു മൾട്ടി മില്യനേഴ്സ് ആൾക്കാർ. പിന്നെയുള്ള ബാക്കിയുള്ള 4% ആൾക്കാരെന്ന് പറയുന്ന ആൾക്കാരാണ് ഈ ബില്യനേഴ്സും മൾട്ടി ബില്യനേഴ്സും ആൾക്കാർ, സെൻറ്റർ ബില്യനേഴ്സ് ആൾക്കാർ. ഞാനത് പറഞ്ഞത് ഈ 80-20 പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഈ പവർ ലോ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ ഈ സംഭവം നമ്മൾ ഏതൊരു സെക്ടേഴ്സിൽ വെച്ച് നോക്കി കഴിഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സംഭവം നമ്മുടെ ഹെൽത്ത് കെയറിൽ വെച്ച് നോക്കുകയാണെങ്കിൽ, ഹെൽത്ത് ആൻഡ് മെഡിസിനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 20% പേഷ്യൻസ് ആയിരിക്കും 80% ഹെൽത്ത് കെയർ എക്സ്പെൻഡിച്ചേഴ്സിൻ്റെയും ഉറവിടം, അധികവും ഈ ലൈഫ് സ്റ്റൈൽ മെഡിക്കേഷനുമായി ബന്ധപ്പെട്ട്. ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ജെനറ്റിക്കിൻ്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ, ജെനറ്റിക് റിസർച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 20% ജീൻസാണ് മെജോറിറ്റി ആയ 80% ഡിസീസിൻ്റെ ഈ രോഗങ്ങളുടെയും പിന്നിലുള്ള ആൾക്കാർ. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ ഡൈനാമിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 20% ക്രിമിനൽസ് ആയിരിക്കും 80% ക്രൈംസിൻ്റെയും പുറകിലുള്ള ആൾക്കാർ. അപ്പോൾ ഇതൊരു യൂണിവേഴ്സൽ ലോ പോലെ വരുന്ന സംഭവമാണ്. ഞാനിത് എന്തിനാണ് ഇവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലയാളി സമൂഹത്തിൽ ഇപ്പോൾ ഓൾ ടുഗെദർ ഹെൽത്തിയായ ആൾക്കാരെ വെച്ച് നോക്കുകയാണ്, എത്രത്തോളം ആൾക്കാർ ഹെൽത്തിയാണ്, റിയലി ഹെൽത്തിയാണ് എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര % ഉണ്ടാവും? അത് ചിലപ്പം 20% ഉണ്ടാവുമെന്ന് തന്നെ വിചാരിക്കാം. എൻ്റെ ആഗ്രഹം ഈ 20% 30% ആക്കുക എന്നുള്ളതാണ്. ഒരു 10% കൂടെ എക്സ്ട്രാ വെക്കുക. ആ 10% ഹൈപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ഒരു ജനറേഷൻ കഴിയുമ്പോഴേക്കന്നെ ഈ പറഞ്ഞ 30-40%, 50%, ഇവൻച്വലി ഓരോ ജനറേഷൻ ഇറ്റ് ടേക്സ് എ ബിറ്റ് ഓഫ് ടൈം. ചിലപ്പോൾ ഭയങ്കര ഭാഗ്യം, ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 20% ചിലപ്പോൾ 50% ആയി വരും, അത്രയും സിസ്റ്റമാറ്റിക് ചേഞ്ച് വരികയാണെങ്കിൽ. അപ്പോൾ ഈ 10% എക്സ്ട്രാ എഫേർട്ട് എന്നെപ്പോലെ കുറേ ആൾക്കാർ ഓൾറെഡി ഈ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിൽ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. അവരെല്ലാം കാരണം ഈ പറഞ്ഞ 10% എത്തുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗ്രേറ്റ്. അപ്പോൾ ഈ 10%ലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട പല കാര്യങ്ങളിലെ ഒരു 1% എഫേർട്ടിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് എടുക്കേണ്ട ഒരു സംഭവം നമ്മുടെ ലൈഫ് സ്റ്റൈൽ കുറച്ച് ഡിഫറെൻ്റ് ആയ രീതിയിൽ, ലൈഫ് സ്റ്റൈൽ ചോയ്സസിൽ കുറച്ചുകൂടെ നമ്മൾ ഫോക്കസ് ആവുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു നമ്മൾ പല ലോകങ്ങളെ പറ്റി പറഞ്ഞു, പല രീതിയിലുള്ള സിസ്റ്റമാറ്റിക് തിങ്കിങ്ങിനെ പറ്റി പറഞ്ഞു. ഇനി നമ്മൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ഓരോ സംഭവത്തിൽ ഇറങ്ങുക എന്നുള്ളതാണ്. ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചോയ്സസ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, നമ്മൾ ഓരോ ദിവസവും നമ്മൾ എടുക്കുന്ന ആക്ടിവിറ്റീസ്, അതിൻ്റെ കാര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ആക്ടിവിറ്റീസ് നിങ്ങൾ എടുക്കുന്നുണ്ട് അതിനെ മോണിറ്റർ ചെയ്യുക. ഒന്നും മാറ്റരുത് കേട്ടോ. നിങ്ങൾ ഒന്നും മാറ്റരുതെന്ന് വെച്ചാൽ എന്നേക്കുമായി മാറ്റരുതെന്നല്ല, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ജേർണൽ ചെയ്യുക. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നൊരു സംഭവം നിങ്ങൾ ജേർണൽ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സംഭവം. ജേർണൽ എന്ന് പറയുന്നത് മെൻറ്റൽ ജേർണൽ ചെയ്യുക. ബുക്കും പേപ്പറും എടുത്ത് ചെയ്യില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ചെയ്യും, പിന്നെ ദിവസം നിങ്ങൾ ചെയ്യില്ല. അതുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഓരോ മണിക്കൂർ വെച്ച് നിങ്ങൾ തന്നെ മോണിറ്റർ ചെയ്യുക. ആ ഓരോ മണിക്കൂർ കുറച്ച് ഡീപ്പായി പോയി. ആക്ച്വലി നിങ്ങൾ ഓരോ 3 മണിക്കൂർ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ 18 മണിക്കൂർ അവോയ്ക്കായി നിൽക്കുകയാണെങ്കിൽ 18 മണിക്കൂർ നേരം നിൽക്കില്ല, ചിലപ്പോൾ 4 ഷിഫ്റ്റ് ആയിട്ട് 12 മണിക്കൂറിൽ നിങ്ങൾ ഓരോ 3 മണിക്കൂറിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ 1 മിനിറ്റ് ഇരുന്നിട്ട്, ഒരു 4 മിനിറ്റ് ഇരുന്നിട്ട് ഒരു ദിവസം 4 മിനിറ്റ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. എന്തൊക്കെ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. എഗെയിൻ ഇറ്റ് ഡിപ്പെൻഡ്സ്. നിങ്ങൾ കൂടുതൽ സമയം എടുക്കുക, നിങ്ങൾ എത്ര സമയം അവോയ്ക്ക് നിങ്ങൾ ഉണർന്നിരിക്കുന്നു അത്രയും സമയം നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ മോണിറ്റർ ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ തൊട്ട് വൈകുന്നേരം നിങ്ങൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ഒരു 3 മണിക്കൂറായി സ്പ്ലിറ്റ് ചെയ്യുക. 3 മണിക്കൂറായി സ്പ്ലിറ്റ് ചെയ്ത് ആ 3 മണിക്കൂറിൽ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ ഈ ചെയ്ത കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പോസിറ്റീവായിട്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളത്, നെഗറ്റീവായിട്ട് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഉണ്ടായത്, അതുപോലെ തന്നെ ഭാവിയിൽ ഇതുകൊണ്ട് എന്തൊക്കെ പോസിറ്റീവ് ബെനിഫിറ്റ് ഉണ്ടാവും, ഇത് നിങ്ങൾ നോക്കുക. ഇതിൻ്റെ ഒരു ആകത്തുക ഓരോ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് അവസാനം നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഹോളിസ്റ്റിക് ആയ അപ്രോച്ച് നിങ്ങൾ എടുക്കുക. എന്താണ് ഇന്ന് നടന്നത്, എന്തൊക്കെ പോസിറ്റീവായ കാര്യങ്ങൾ ഇന്ന് നടന്നു, എന്തൊക്കെ നെഗറ്റീവായ കാര്യങ്ങൾ നടന്നു, ഈ പറഞ്ഞ 2 കാര്യങ്ങൾ കൊണ്ട് എൻ്റെ ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങൾ മാറാൻ കിടക്കുന്നു, നെഗറ്റീവായ കാര്യങ്ങൾ കൊണ്ട് ഞാൻ എന്തൊക്കെ പഠിക്കുന്നു, പോസിറ്റീവായ കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഈ ഭാവിയിൽ ഞാൻ എന്തൊക്കെ രീതിയിൽ ഇതിനെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു. ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് മെൻ്റലി നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. ത്രൂ ഔട്ട് ദ ഡേയിൽ നിങ്ങൾ ഈ മിനിറ്റുകൾ സ്പെൻഡ് ചെയ്യുക. ഓരോ 3 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾ 1 മിനിറ്റ് ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുക. അങ്ങനെ ബെയർ മിനിമം 4 ഷിഫ്റ്റായിട്ട് നിങ്ങൾ ഒരു ദിവസത്തിന് മാറ്റുക. അത് 4 ഷിഫ്റ്റ് ആക്കിയിട്ട് 4 ഷിഫ്റ്റിൽ ഓരോ മിനിറ്റ് വീതം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. അങ്ങനെയാണ് ഈ 1% എഫേർട്ട് കൊണ്ട് നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടെ ഓർഗനൈസ് ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും.
ഇതാണ് ഇന്നത്തെ ഒരു പ്രാക്ടീസ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ചോയ്സസ് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറ്റും, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും, നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് കുറേ നേരം നിങ്ങൾ എത്ര മണിക്കൂർ ഈ കഴിഞ്ഞ 2 മണിക്കൂർ ഇരുന്ന ഒരാളാണെങ്കിൽ നെക്സ്റ്റ് ദിവസം മുതൽ നിങ്ങൾ 2 മണിക്കൂർ ഇരിക്കുന്നതിന് പകരം അറ്റ്ലീസ്റ്റ് 2 മണിക്കൂർ ഇരിക്കുന്നുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് നടന്നേക്കാം എന്നുള്ള ചിന്ത അറ്റ്ലീസ്റ്റ് കൊണ്ടുവരാം. നടക്കാൻ പറ്റിയാൽ നടക്കാം. ഞാൻ പറയുന്നത് ചെറിയ രീതിയിലുള്ള ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ബോധവാനാവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടർ. ആക്ഷൻസ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളായ സംഭവമാണ്. വിച്ച് മീൻസ് നിങ്ങൾ ചിന്തിക്കുന്നു, അതിനോട് ഇമോഷൻ കൊടുക്കുന്നു, നിങ്ങൾ ഫിസിക്കലി ആക്ടിവിറ്റി ചെയ്യുന്നു. ഈ മൃഗത്തിന് പെട്ടെന്ന് നമ്മൾ അടിച്ച് ഓടിക്കാൻ പറ്റില്ല. ദാഹിക്കുന്ന ഒരു കുതിരയാണെങ്കിൽ പോലും കുതിരയെ പിടിച്ച് നമ്മൾ വെള്ളത്തിനടുത്തേക്ക് വലിച്ചുകൊണ്ട് പോയാൽ, കുതിരയല്ല പശു ആയാലും ആടായാലും ഒക്കെ പിടിച്ച് വലിച്ചാൽ അത് വരില്ല, അത് ഉന്തിയാലും വരില്ല. അതിന് തോന്നണം അത് വരണോ വരണ്ടേ എന്നുള്ളത്. അതേ രീതിയാണ് മനുഷ്യൻ്റെ ഈ മൃഗീയമായ സ്വഭാവം. ഞാനൊന്ന് 2 മണിക്കൂർ ഇരിക്കുന്ന ഒരാളാണ്, ഇപ്പോൾ 1.5 മണിക്കൂർ ഞാൻ ജസ്റ്റ് ഒരു 10 മിനിറ്റ് നടക്കണേ എന്നാണ്, ഇറ്റ്സ് നോട്ട് ഗോണ വർക്ക്. ഈ ചിന്ത ആദ്യം നിങ്ങൾ വെക്കുക, അതിനെ കൾട്ടിവേറ്റ് ചെയ്യുക, അതിനെങ്ങനെ ഫാം ചെയ്തുകൊണ്ടേയിരിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ ഫാം ചെയ്തുകൊണ്ടിരിക്കുക. ആ ഫാമിംഗ് ആണ് ഇവൻച്വലി ഒരു ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ഓട്ടോമാറ്റിക്കലി അതിനോട് ഒരു താല്പര്യം, അതൊരു ഹാബിറ്റായി മാറും. ഇതാണ് കീ, ഇതാണ് നിങ്ങളുടെ താക്കോൽ. നിങ്ങളെ ഹെൽത്തി ആയി കൊണ്ടുവരേണ്ട, ലോങ് ടേം ആയി ഹെൽത്തി ആയി കൊണ്ടുവരേണ്ട ഹാബിറ്റ് ബിൽഡിങ്ങിൻ്റെ താക്കോലാണ് ഈ ചിന്ത, ഈ കോൺഷ്യസ് ആയ ചിന്ത, ബോധവാനായി നിങ്ങൾ ചിന്തിക്കുക എന്നുള്ളത്. 4 ഷിഫ്റ്റാക്കി മാറ്റുക, 1 മിനിറ്റ് വീതം നിങ്ങൾ കൊടുക്കുക. ഈ 1 മിനിറ്റിൽ നിങ്ങൾ എന്ത് ആക്ടിവിറ്റീസ് ആണോ ചെയ്തത്, ആ ആക്ടിവിറ്റീസ് എന്താണെന്നുള്ളത് പോസിറ്റീവാണോ നെഗറ്റീവാണോ ന്യൂട്രൽ ആണോ എന്ന് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി. ഈ ചെയ്യുന്ന ആക്ടിവിറ്റിയിൽ കൂടെ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മെജോറിറ്റി ആയ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലിൽ റിലാക്സ്ഡായി മൃഗം പോലെ ജീവിച്ചു പോകുന്ന ആൾക്കാരായിരിക്കും. അത് തെറ്റല്ല. ഈ സിറ്റുവേഷൻ നമ്മൾ അങ്ങനെ ആക്കിയതാണ്. ഈ എൻവയോൺമെൻറ്റ്, ഈ ഇമ്മീഡിയറ്റ് ആയ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി ബൂം കാരണം നമുക്കുണ്ടായ ഒരു അനുഗ്രഹം തന്നെയാണ്. ഈ അനുഗ്രഹം നമുക്കുള്ളൊരു പ്രശ്നം കൂടുതൽ തന്നെയാണ്. ആ പ്രശ്നം നമുക്കിപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. ഭാവിയിൽ ഇനി അടുത്ത 10 വർഷം കഴിഞ്ഞ് ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാർക്ക് എങ്ങനെയൊക്കെയാണ് വരിക എന്ന് ഒരു നിശ്ചയമില്ല. അപ്പോൾ നമ്മൾ ഇപ്പോഴേ അതിന് വേണ്ടിയിട്ട് പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് നമ്മൾ ഇപ്പോഴേ നെയ്തെടുക്കണം. നമുക്ക് മാത്രമല്ല, നമ്മുടെ നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട് കൂടെയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. So that's all for today, and I'll see you in the next video.